ആരോടാ ഇപ്പോൾ പൈസ കടം ചോദിക്കുക? ഒരാളെയും കാണുന്നില്ലല്ലോ. ആരും കാണുന്നില്ല. പൈസ കടം വാങ്ങി കയ്യിൽ വെക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കയ്യെല്ലാം ചൊറിയുന്നല്ല. ഇതാരോടെ ഇനിയിപ്പം പൈസ കടം വാങ്ങുമോ? ഒരു വീട്ടിലെ ആൾക്കാരോടൊക്കെ പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ആരോടാ കടം വാങ്ങുമോ ഇപ്പം? കയ്യിലിപ്പോൾ എത്ര പൈസ ഉള്ളതെൻ്റെത്? ഒന്ന് എണ്ണി നോക്കട്ടെ. എണ്ണി നോക്കിയാലേ പറയാൻ പറ്റും. 500, 1000, 1500, 2000. 2000 കൃത്യമുണ്ട്. ഭാഗ്യം 2000 ഉണ്ട്. ഈശോ തന്നെ ഇരിക്കട്ടെ. സ്കൂളിൽ എന്നെ കണക്ക് പഠിപ്പിച്ചിട്ട് ജീവിതത്തിൽ എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിപ്പിച്ച എൻ്റെ കണ്ണമാഷല്ലേ വരുന്നത്. ഇവൻ എൻ്റെ പൈസ അടിച്ച് മാറ്റുക. കീശയെന്ന് പൈസ ഒന്നും കൂടെ എണ്ണി നോക്കാം. കുറവുണ്ടോ? ഇവൻ അടിച്ച് മാറ്റും, ഞാൻ അറിയാതെ. 500, 1500, 2000 കൃത്യമായിട്ടും ഉണ്ട്. നേരത്തെ 2000 ഉണ്ടായത്. ഇവൻ്റെ ഒരു കാര്യം. ഞാൻ പൈസ കടം വാങ്ങാനായിട്ട് നിൽക്കുന്നത് മാഷക്ക് മനസ്സിലായി എന്ന് തോന്നുന്നത്. എന്താടാ വിനോദ, നീ എൻ്റെ പൈസ തട്ടിപ്പറിക്കാനാണോ ഈ വഴിയിൽ നിൽക്കുന്നത്? പൈസ തട്ടിപ്പറിക്കാനൊന്നും അല്ല മാഷെ. മാഷ 2000 രൂപ എനിക്ക് കടം തരണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, തന്നേ പറ്റും. വിനോദ, നീ അത് പണിക്കൊന്നും പോയില്ലേടാ? നീ ഇങ്ങനെ കണ്ട ആൾക്കാരോടെല്ലാം പൈസ കടം വാങ്ങിച്ചാൽ നടക്കുന്നതിനാണ്. എന്നാ മാഷെ, പറയുന്ന കൊണ്ടൊന്നും തോന്നരുത്. ഞാനിപ്പോൾ പണിക്കൊന്നും പോകാറില്ല മാഷെ. പണിക്ക് പോകണ എങ്ങനെയാടാ ജീവിക്കുന്നത്? അതുകൊണ്ടല്ലേ നിനക്ക് കടം ഇങ്ങനെ കൂടി വരുന്നത്. മാഷെ, പണിക്ക് പോയാലും കടം കൂടുന്നുണ്ട്, പണിക്ക് പോയില്ലെങ്കിലും കടം കൂടുന്നുണ്ട്. അപ്പൊ പിന്നെ പണിക്ക് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. പണിക്ക് പോയാൽ കടം കുറയും, പണിക്ക് പോയില്ലെങ്കിൽ കടം കൂടും. ഞാൻ നിന്നെ കണക്ക് പിടിപ്പിച്ചിട്ടില്ലേ? എങ്ങനെ വീട് മാഷെ, ചെവി വീട് വേദനിക്കുന്നത്. അത് പിന്നെ മാഷെ, പണിക്ക് പോയാലും കടം കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ. പെൻഷൻ്റെ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല കേട്ടാ. എന്നാണടാ നിന്റെ വീട്ടും പേര്? വീട്ടും പേര് കാടം വീട്ടിൽ വിനോദ്. അതാണ് എൻ്റെ വീട്ടും പേര്. കൊച്ചരെ, കാടം വീട് എന്നുള്ളത് മാറ്റിയിട്ട് കടം വാങ്ങി കൂട്ടുന്ന വിനോദ് എന്ന് ആക്കി മാറ്റണം എൻ്റെ വീട്ടും പേര്. അതെന്ത് കുന്തം വേണമെങ്കിലും മാഷ ആയിക്കോ. എനിക്ക് മാഷ ഒരു 2000 രൂപ അത്യാവശ്യം കടം തരണം, തന്നേ പറ്റൂ. എന്താ ചെയ്യപ്പം? എൻ്റെ പഴയൊരു ശിഷ്യനായി പോയില്ലേ, കടം തരാതിരിക്കാൻ പറ്റുവാ? എന്താ ചെയ്യാ? പെട്ട് വെറുതെ ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാ. മാഷ അതിൽ കയറി കൊത്തി. 500, 1000, 1500, 2000. ഇന്നാ എല്ലാ നീ കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരു 500 രൂപ വാങ്ങിയില്ലേ? അതപ്പോൾ തരും. അയ്യോ പെട്ടു. അത് ഇയാൾ മറന്നിട്ടില്ല അല്ലേ? മാഷ ഒരു കാര്യം ചെയ്യും. എനിക്കിപ്പോൾ മാഷ 2000 തരുമല്ലോ, അതിൽ നിന്ന് 500 മാഷ എടുത്തോ, ബാക്കി 1500 തന്നാൽ മതി. എന്താ പ്രശ്നം? തീർന്നു. അത് ശരിയാണ്. എന്നാ 500 ഞാൻ എടുത്തു. 1500 ഉണ്ട്. എന്താ പൊടി? 500, 1000, 1500. കൃത്യമായിട്ട് 500 ഉണ്ട്. എന്നാൽ ശരി മാഷെ, കാണാം. അപ്പുറത്തുനിന്ന് കട എടുത്തിട്ട് ഇപ്പുറത്തിടാൻ ഞാൻ സ്കൂളിൽ കണക്ക് പഠിക്കുമ്പോൾ പറഞ്ഞത് ഇവ മറന്നിട്ടില്ല. അതാണ് ഇങ്ങനെ കടം വാങ്ങി കൂട്ടുന്നത്. ഇതെന്ത് ചെക്കനത്? ഇവനെന്താ ചെയ്യാ ഇങ്ങനെയായാല്? എന്തോ ഇവിടെ ഒരു കണക്ക് തെറ്റിയതുപോലെ തോന്നുന്നത്. ഇല്ലപ്പാ, വെറുതെ തോന്നുന്നതായിരിക്കും. ഇല്ല. ഒരു കണക്ക് മാഷോട് കടം വാങ്ങി 500 മാഷ പൈസ കൊണ്ട് തന്നെ തിരിച്ചു കൊടുത്തു. മാഷക്ക് കണക്കറിയാത്ത കണക്ക് മാഷ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് ആരോടിന് പൈസ കടം മേടിക്കണ്ട, സമാധാനായി.